നമസ്കാരം. പ്രകൃതിയുടെ ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ പണിഞ്ഞിട്ടുള്ള ധാരാളം വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മരം മുറിക്കാതെ തന്നെ വീടിനകത്തും മരം വളരത്തക്ക രീതിയിൽ പണിഞ്ഞ വീടുകളുണ്ട്. മഴ പെയ്യുമ്പോൾ വെള്ളം നടുമുറ്റത്ത് വീഴത്തക്ക രീതിയിൽ പണിഞ്ഞ വീടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു വെള്ളച്ചാട്ടം അങ്ങനോടെ നിലനിർത്തിക്കൊണ്ട് വെള്ളച്ചാട്ടത്തിന് മുകളിൽ പണിഞ്ഞ ഒരു വീടിനെ പറ്റി നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? 1939 അമേരിക്കയിലെ പെൻസിൽവേനിയ എന്നുള്ള സ്ഥലത്ത് അങ്ങനെ ഒരു വീട് പണിഞ്ഞിട്ടുണ്ട്. ദ ഫോളിംഗ് വാട്ടർ എന്ന പേരിൽ ഫേമസ് ആയിട്ടുള്ള വീടാണ് ഇന്ന് നമ്മൾ പോയി കാണാൻ പോകുന്നത്. സ്മിത്സോണിയൻ മാഗസിനൊക്കെ മരിക്കുന്നതിന് മുമ്പ് കണ്ടിരിക്കേണ്ട 28 സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ ഈ വീട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വീടാണ്. വളരെ മനോഹരമായിട്ടുള്ള ഈ വീട് പെൻസിൽവേനിയയിലെ മിൽഡ്രൺ എന്ന് പറയുന്ന സ്ഥലത്താണ് നിലകൊള്ളുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ധാരാളം മലകളും അരുവികളുമൊക്കെയുള്ള പെൻസിൽവേനിയയിലെ വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു സ്ഥലത്താണ്. ഞങ്ങളിപ്പം നിൽക്കുന്നത് പെൻസിൽവേനിയയിലെ ജോൺസ് മിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് യാത്രയുണ്ട് ആ വീട്ടിലോട്ട്. അപ്പം പോകുന്ന വഴിക്കുള്ള യാത്രകളും നമുക്ക് കാണാം. അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് അമേരിക്കയിലെ പെൻസിൽവേനിയയിലെ ഫോളിംഗ് വാട്ടർ ഹൗസാണ്. നമ്മൾ ഈ സ്വിറ്റ്സർലൻഡിലേക്ക് പ്രകൃതി ഭംഗി പറയുന്നത് പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള റോഡുകളും കാഴ്ചകളും ഒക്കെയാണ് പെൻസിൽവേനിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പെൻസിൽവേനിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. US കീ സ്റ്റോൺ സ്റ്റേറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സിവിൽ വാറിൻ്റെ സമയത്ത് ഇതിനുള്ള പ്രാധാന്യം, അതുപോലെ തന്നെ പല കൾച്ചറിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ വേറൊരു വീഡിയോയ്ക്കകത്തൊക്കെ ആമിഷ് വില്ലേജിലെ ആളുകളെ പറ്റി പറഞ്ഞിരുന്നു. അവരുടെ വില്ലേജുകൾ ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ റോഡ് സൈഡിലൊക്കെ ഇവിടുത്തെ കൃഷിക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾ വീടിനോട് ചേർന്ന് ഈ റോഡ് സൈഡിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ കടകൾ ഇവിടെ എല്ലാം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. പഴങ്ങളും പച്ചക്കറികളുമൊക്കെ. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള മരങ്ങളൊക്കെ വെട്ടിയിട്ട് ഈ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കി വെക്കുന്ന കടകൾ ഇവിടെ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പല തരത്തിലുള്ള ആളുകളുടെ പള്ളികൾ ഇവിടെയുണ്ട്. ആ പള്ളികളുടെ മുന്നിൽ തന്നെ ഈ തടികൾ ഉണ്ടാക്കിയ പ്രത്യേക ചില രൂപങ്ങളും ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പ്രത്യേക ഇവർക്ക് ആവശ്യമുള്ള അമേരിക്കൻ സ്റ്റൈലിലുള്ള സ്റ്റേഷനറി കടകൾ ഒക്കെ ഇവിടെ ജംഗ്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പച്ചപ്പ് നിറഞ്ഞ മലനിരകളും പിന്നെ ഇവിടുത്തെ പ്രത്യേക തരത്തിലുള്ള വീടുകളും ഒക്കെയാണ്. ഇതുവഴി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് നോക്കുന്നുണ്ട്. ഞാനിവിടെ കാണുന്ന 2-3 പ്രത്യേകത എന്ന് പറയുന്നത് ഈ വീടുകളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കത്തക്ക തരത്തിൽ, പ്രകൃതിക്ക് ഭംഗി കൂട്ടത്തക്ക തരത്തിലുള്ള വീടുകളാണ് ഇവിടെ പണിയുന്നത്. അത്തരത്തിലുള്ള മെറ്റീരിയലുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ മലനിരകളൊക്കെ വർഷങ്ങളായിട്ട് ഇവർ ഇതേപോലെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന മലനിരകളാണ്. കയ്യേറ്റങ്ങളില്ല, പിന്നെ നശിപ്പിക്കുന്ന പ്രവണതകളൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഇവർ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതിന് ശരിക്കും ഇവരെ പറഞ്ഞാൽ ഇവരെ അഭിനന്ദിച്ചേ മതിയാവും ആ കാര്യത്തിൽ. അതോടൊപ്പം തന്നെ ഇവിടെ ആളുകൾക്ക് വരുന്നതിനും ഇത് കാണുന്നതിനും ക്യാമ്പിങ് ചെയ്യുന്നതിനുമൊക്കെയുള്ള എല്ലാ അവസരങ്ങളും ഇവർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. മുകളിലോട്ട് പോകുന്നുള്ള ട്രെയിലുകളൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഇടതുവശത്ത് നമ്മൾ കാണുന്നത് മൊത്തം ഇവിടെ RV ട്രക്കുകൾക്ക് പാർക്ക് ചെയ്യുന്നതിനുള്ള വിശാലമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ ഇടതുവശത്ത് കാണുന്നത്. RV ട്രക്ക് റിക്രിയേഷൻ വെഹിക്കിൾസ് എന്ന് പറയുന്നത് ഇവിടെ ന്യൂയോർക്കിലും പെൻസിൽവേനിയയിലുമൊക്കെ മിക്ക ആളുകൾക്കും ഇത് സ്വന്തമായിട്ടുണ്ട്. മറ്റ് ആളുകളൊക്കെ ഇത് വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുമുണ്ട്. സമ്മർ സമയത്ത് ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഇത്തരത്തിലുള്ള RV ട്രക്കുകളിൽ പോയിട്ട് ഇതേപോലുള്ള സ്ഥലങ്ങളിൽ പോയി അവിടെ ക്യാമ്പ് ചെയ്ത് കിടന്നിട്ട് മലനിരകളൊക്കെ കയറി ഹൈക്കിങ്ങും പിന്നെ അവിടെ ക്യാമ്പിങ്ങും ഒക്കെ നടത്തുക എന്നുള്ളത്. വീടുകൾ തമ്മിൽ നല്ല അകലമുണ്ട്. വീടുകൾ ഈ മലനിരയോട് ചേർന്നാണ്. അതിന് ചുറ്റുപാടുമുള്ള ലോണുകൾ ഈ പ്രകൃതി ഭംഗിക്ക് ചേർന്ന രീതിയിൽ വെട്ടി നിർത്തുന്നതിന് ഇവർ നല്ല ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്നതിന് നല്ല ഭംഗിയുമാണ്. ഇവിടെ നമ്മൾ മിൽഡ്രൺ എന്നുള്ള സ്ഥലത്തോട്ട് കയറാൻ പോവുകയാണ്. 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വീട് നിൽക്കുന്ന മിൽഡ്രൺ എന്നുള്ള സ്ഥലത്തെത്തും. ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു പിസ്സ കടയുണ്ട്, ഫയർവുഡ് വിൽക്കുന്ന ഒരു കടയുണ്ട്. അതുപോലെ തന്നെ ഒരു വൈൻ ഷോപ്പും ഒക്കെ കാണും. ഇതൊക്കെയാണ് ഇവിടെ ഒരു സാധാരണ ജംഗ്ഷനിൽ കാണുന്നത്. പിന്നെ ഒരു പച്ചക്കറി കടയും കാണും. ഇതൊക്കെയാണ് ഇവിടുത്തെ സാധാരണ ജംഗ്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. നമ്മൾ അങ്ങനെ ഫോളിംഗ് വാട്ടർ എന്ന് പറയുന്ന അതിൻ്റെ ഗേറ്റിലോട്ട് നമ്മൾ കയറുകയാണ്. ഇവർ ഇന്ന് ഫുള്ളാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഗേറ്റിൻ്റെ അവിടെ ഇന്ന് ഫുള്ളാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ റിസർവേഷൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ഓൺലൈനിൽ റിസർവേഷൻ എടുക്കാൻ നോക്കുക. ഇപ്പോൾ സമ്മർ സമയമാണ്, അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. മാത്രമല്ല കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒരു ലിമിറ്റഡ് നമ്പർ ആൾക്കാരെ അവരെ ഉള്ളിലേക്ക് കടത്തിവിടുന്നുള്ളൂ. അതുകൊണ്ട് നേരത്തെ റിസർവേഷൻ ചെയ്യാൻ നോക്കുക. നമുക്കിവിടെ ഫ്രണ്ടിൽ നമ്മൾ ടിക്കറ്റ് കാണിച്ച് നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് അകത്തോട്ട് കയറി ആ വീട് കാണാം.
ഞങ്ങൾ ഇതിൻ്റെ റിസപ്ഷൻ ഏരിയയിലോട്ട് കയറാൻ പോവുകയാണ്. ഇതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്, നല്ല ഭംഗിയാണ് അത് കാണുന്നതിന്. നമ്മൾ ഈ റിസപ്ഷനിലോട്ട് നടന്ന് കയറുന്നതിൻ്റെ ഇവിടെ ആ നടപ്പാതയിൽ താഴെ ഒരു കോയിൻ ഷേപ്പിലൊക്കെയാണ് പേരെഴുതി വെച്ചിരിക്കുന്നത്. പാർക്ക് ചെയ്ത് നമ്മൾ വന്ന് കയറുന്ന ഒരു റിസപ്ഷൻ ഏരിയ തന്നെ ഇവിടുത്തെ വീടുകളുടെ ആർക്കിടെക്റ്റിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. വളരെ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നതാണ്. അതിനകത്ത് തന്നെ ഒരു കഫയുണ്ട്, ഒരു ഗിഫ്റ്റ് ഷോപ്പുണ്ട്, ആളുകൾക്ക് ഇരിക്കുന്നതിന് പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള സീറ്റുകളുണ്ട്. ഒരു റൗണ്ട് ഷേപ്പിൽ വളരെ മനോഹരമായ രീതിയിലാണ് റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ മൊത്തം ഒരു വനം പോലെ കിടക്കുന്ന ഒരു മേഖലയാണ്. അതിനകത്താണ് ഈ ഫോളിംഗ് വാട്ടർ സ്ഥിതി ചെയ്യുന്നത്. ഈ ഇറങ്ങി വരുന്ന ഈ വഴിയുടെ നടുക്കൊരു മരമുണ്ട്. അത് മുറിച്ച് മാറ്റാതെ തന്നെയാണ് ഇവരിത് പണിഞ്ഞിരിക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഫോളിംഗ് വാട്ടർ ഹൗസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് ഒരു അരുവി ഒഴുകി വരുന്നുണ്ട്. ആ വെള്ളച്ചാട്ടം അങ്ങനോടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ വീട് പണിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കാണുന്നത് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നല്ല ഒരു ആർക്കിടെക്ചറൽ എക്സ്പേർട്ടിന് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. നമുക്ക് ആ വീടിനകത്ത് കയറി കാണാം. ഇവിടെ നിന്ന് കാണാൻ പറ്റും, ആ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ മുന്നിൽ കാണുന്ന ദൃശ്യം ഈ അരുവിയും വെള്ളച്ചാട്ടവും ഒക്കെയാണ്. എത്ര ഭംഗിയാണല്ലേ. നമുക്ക് ഇവിടെ വരുന്ന തന്നെ ഇതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ആ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ഈ ഏരിയയുടെ ഒരു മാപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. കാരണം ഈ ഫോളിംഗ് വാട്ടർ ഹൗസ് മാത്രമല്ല, ഇതിനോട് ചേർന്ന് തന്നെ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, മെയിൻ ഹൗസ് എന്ന് പറഞ്ഞ് വേറൊരു ഹൗസ് ഉണ്ട്, ആർട്ട് ഗാലറി ഉണ്ട്. അങ്ങനെ പല ഭാഗങ്ങൾ ചേർന്നതാണ് ഈ ഫോളിംഗ് വാട്ടർ എന്ന് പറയുന്ന ഈ ഏരിയ. ഇത്രയും ഏക്കർ വനമേഖലയിലെ ഓരോ ഭാഗവും വളരെ ഭംഗിയായ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്, അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്കൂടുള്ള നടപ്പാതകളാണ്. പക്ഷേ ഇവിടെങ്ങും സൂര്യപ്രകാശം എത്തുന്നില്ല. അതുപോലെ വളരെ നിബിഡമായിട്ടുള്ള മരങ്ങളും ചെടികളുമൊക്കെയാണ് ഈ നടപ്പാതയുടെയൊക്കെ രണ്ട് വശത്തും. ഇരുട്ട് പോലെ കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 11 മണിയായി, എന്നിട്ട് ഇവിടെ വെട്ടമെത്താത്ത രീതിയിൽ മരങ്ങൾ വളർത്തി വെച്ചിരിക്കുകയാണ് ഈ നടപ്പാതയുടെ രണ്ട് സൈഡിലും. ഫ്രാങ്ക് ലോയിഡ് റൈറ്റ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റ് 1935 കോഫ്മാൻ ഫാമിലി എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു ഫാമിലിക്ക് വേണ്ടി പണിഞ്ഞ ഒരു വെക്കേഷൻ ഹൗസാണ് ആക്ച്വലി ഇത് വീക്കെൻഡ് ഹൗസ് എന്നാണ് പറയുന്നത്. കാരണം ഇവിടുത്തെ ആൾക്കാർ വീക്ക് ഡേയിൽ മൊത്തം സിറ്റിയിലൊക്കെ ജോലി ചെയ്തിട്ട് വീക്കെൻഡിൽ വന്ന് താമസിക്കുന്ന ഒരു വീടാണ് ഇത്. ഈ ഫാമിലിക്ക് അന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടുത്തെ റിച്ചായിട്ടുള്ള ഒരു ഫാമിലിയായിരുന്നു. അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് പണിഞ്ഞു കൊടുത്ത ഒരു വീടാണ് ഇത്. ഇവിടെ ഈ അരുവിയുടെ മുകളിൽ കൂടെ ഒരു ചെറിയ ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് നമ്മൾ പാസ് ചെയ്ത് ഇനി വീടിനകത്തോട്ട് കയറി മനോഹരമായിട്ടുള്ള വീട് നമ്മളൊന്ന് കാണാൻ പോവുകയാണ്. ഇത് ആ വീടിൻ്റെ പുറകുഭാഗമാണ്. ഇതൊരു മലയുടെ ചരിവാണ്. മലയുടെ ചരിവിലൂടെ ഒഴുകി വരുന്നതാണ് ആ അരുവി. ആ മലയോട് ചേർന്ന് തന്നെയാണ് വീട് പണിഞ്ഞിരിക്കുന്നത്. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള ബാൽക്കണിയാണ്. ഇവിടെ നമുക്ക് താഴെ കാണാൻ പറ്റും, അരുവി ഇങ്ങനെ ഒഴുകുന്നത് കാണാൻ പറ്റും. ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഗാർഡനൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേക രീതിയിലാണ് പല സ്റ്റാച്യൂവും ഒക്കെ വെച്ച് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. 3rd ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ ബാൽക്കണി ഉണ്ട്, അപ്പുറത്തും ഒരു ബാൽക്കണി ഉണ്ട്. അപ്പം ബാൽക്കണി നമ്മൾ നോക്കുന്ന കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഈ വീടിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന മരങ്ങളുണ്ട്, പണ്ട് മുതലുള്ള മരങ്ങൾ. ശരിക്കും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകതയാണ്. ഇത്രയും വർഷങ്ങളായിട്ട് ഇതിനടിയിൽ കൂടിയാണ് വെള്ളം ഒഴുകുന്നത് എന്ന് ഓർക്കണം. ഇത്ര അടിയിൽ കൂടി വെള്ളം ഒഴുകിയിട്ടും വീടിങ്ങനെ നശിക്കാതെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന പ്രത്യേക സ്റ്റാച്യൂകളും ഇത് ക്രമീകരിച്ചിരിക്കുന്നതുമൊക്കെ ഒരു പ്രത്യേക ആർക്കിടെക്ചറൽ മെത്തേഡിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നതും ക്രമീകരിച്ചിരിക്കുന്നത്.
ഇവിടെ ഈ ഫോളിംഗ് വാട്ടർ കഴിഞ്ഞ് മുകളിലോട്ട് കയറുന്ന ഈ ഏരിയയിലാണ് ഈ ഗസ്റ്റ് ഹൗസിനോട് ചേർന്നാണ് ഈ വീടിൻ്റെ സ്വിമ്മിംഗ് പൂള് ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ നാച്ചുറലായിട്ട് രീതിയിലാണ് ഈ സ്വിമ്മിംഗ് പൂള് പണിഞ്ഞിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ കുറേ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പം ഈ ഹോഫ്മാൻ ഫാമിലിക്ക് ഇവിടെ ഇരിക്കുന്നതിനും കുളിക്കുന്നതിനും ഒക്കെയുള്ള ക്രമീകരണം ഇവർ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫോളിംഗ് വാട്ടർ വീടിൻ്റെ മേളിലാണ് ഒരു സ്വിമ്മിംഗ് പൂൾ ഇവിടെ പണിഞ്ഞിരിക്കുന്നത്. ഈ വീടിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 5330 സ്ക്വയർ ഫീറ്റാണ്. അന്ന് ഇത് പണിഞ്ഞ സമയത്ത് $1,50,000 ആയിരുന്നു ഇത് പണിഞ്ഞതിൻ്റെ മൊത്തം ചിലവ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഓഫ് കോഴ്സ് നമുക്കറിയാം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതൊരു എത്രയോ ബില്യൺസ് ആയിരിക്കും ഇതിൻ്റെ വില എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ കോഫ്മാൻ ഫാമിലി വീക്കെൻഡിൽ വന്ന് ഈ ഫോളിംഗ് വാട്ടർ ഈ വലിയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പം അവരുടെ ജോലിക്കാരും പിന്നെ പുള്ളി കാർ ഇടുന്നതിനുള്ള കാർ ഷെഡും ഒക്കെ ആയിട്ട് പണിഞ്ഞാണ് ഈ മോളിൽ കാണുന്ന ഈ വലിയ വീട്. എനിക്കൊന്നും നമുക്കൊരു 10 പേർക്ക് താമസിക്കാൻ ഈ വീട് തന്നെ ധാരാളമായിരിക്കും എന്ന് തോന്നുന്നു. ഈ പുറകെ കാണുന്ന സ്റ്റാച്ചു കണ്ടില്ലേ, ഇതേപോലെയുള്ള ധാരാളം സ്റ്റാച്ചു ഈ വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ വീടിനെ ഒരു യുണീക്കായിട്ട് നിലനിർത്തുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇത്രയും വർഷങ്ങൾ ഈ വീട് ഇങ്ങനോടെ കാത്തുകൊണ്ട് പോകുന്നതും ഇവിടെയുള്ള ഒരു മരങ്ങൾ പോലും വെട്ടിക്കളയാതെ പ്രകൃതിയോട് ചേർന്ന് ഇതിങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അന്ന് ഈ വനമേഖല എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ഈ വനമേഖല കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോരുന്നുണ്ട്. ആ വീടും അങ്ങനെ തന്നെ ഇവർ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രകൃതി വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് അതിൻ്റെ ജീവജാലങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ മനുഷ്യന് ഒരു കടമയുണ്ട്, അത് വരും തലമുറയ്ക്ക് വേണ്ടി കൈമാറി കൊടുക്കുക എന്നുള്ളത്. അതേസമയം തന്നെ നമുക്ക് വികസനം വേണം, വീട് പണിയണം, ബിൽഡിങ്ങുകൾ പണിയണം. അപ്പം സുസ്ഥിരമായ വികസനം എന്ന് പറയുന്നത് എത്രയും പ്രകൃതിയോട് ചേർന്ന് നിന്ന് അതിനെ നശിപ്പിക്കാതെയുള്ള ഒരു വികസനവും വീട് പണിയലും ഒക്കെയാണ്. അതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കണ്ടത്. അമേരിക്കയെ പറ്റി പറയുന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യത്തെ ചിന്ത അധിനിവേശ രാജ്യം എന്നുള്ളതാണ്. ഈ അമേരിക്കയിൽ തന്നെ ഇത്തരത്തിലുള്ള മാതൃകകൾ കാണാൻ പറ്റുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു സംഗതിയുമാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങൾ നമ്മൾ അറിയപ്പെടുന്നത് കോഴിക്കോടുകാരനെന്നും പത്തനംതിട്ടക്കാരനെന്നും തിരുവനന്തപുരംകാരൻ എന്നൊക്കെയാണ്. കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ മലയാളികളാണ്, കേരളീയരാണ്. ഇന്ത്യ വിട്ട് ഗൾഫിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരാകുന്നു. ഒരുപക്ഷെ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ വെറും ഏഷ്യക്കാർ മാത്രമാണ്. ഇന്ന് മനുഷ്യൻ ചൊവ്വയിലേക്ക് ടൂറിസ്റ്റുകളായി പോകുന്ന സമയമാണ്. ചൊവ്വയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കേരളക്കാരോ ഇന്ത്യക്കാരോ ഏഷ്യക്കാരോ അല്ല, ഭൂമി എന്ന ഗ്രഹത്തിൽ നിന്ന് വന്നവരാണ്, നമ്മൾ മനുഷ്യരാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടതെല്ലാം പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത്യാഗ്രഹത്തിനുള്ളതില്ല എന്ന് മാത്രം. നീരുറവകൾ അടയ്ക്കാതെ, മലകൾ ഇടിച്ചു നിർത്താതെ, മരങ്ങൾ വെട്ടി നശിപ്പിക്കാതെ, പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ ലയിച്ച് അതിനോടൊപ്പം ചലിക്കുക എന്നുള്ളതാണ് ദൗത്യം, കീഴടക്കുക എന്നുള്ളതല്ല. കാരണം കീഴടക്കുമ്പോൾ നമ്മൾ കീഴടക്കുന്നത് നമ്മളെ തന്നെയാണ്. എത്രയൊക്കെ വിട്ടുപിടിച്ചാലും നമ്മൾ ഉരുവായി വന്നതും നാളെ ഒരുപക്ഷെ നമ്മൾ അലിഞ്ഞു ചേരാൻ പോകുന്നതും ഈ ഭൂമിയിലേക്ക് മാത്രമാണ്. ഭൂമി നമ്മൾ തന്നെയാണ്, സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഇനി വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ ബൈ.